തൃശൂർ എരുമപ്പെട്ടിയിൽ വാടകയ്ക്ക് നൽകിയ കാർ തിരികെ ചോദിച്ചതിന് ഉടമയെ കാറിന്റെ ബോണറ്റിൽ കിടത്തി വാഹനം ഓടിച്ചു. ആലുവ സ്വദേശി സോളമനെയാണ് ബോണറ്റിൽ കിടത്തി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത്. കുറ്റൂർ സ്വദേശി ബക്കറിനെതിരെ കേസെടുത്തു. എന്നെ ഇടിച്ചിട്ട് ഈ ബോണറ്റിലെത്തി കൊണ്ടുവന്നത് ഇയാള് വണ്ടിയില് ഏകദേശം ഒരു 90 കിലോമീറ്റർ സ്പീഡിന് മേളിലാണ് ആള് വണ്ടി ഓടിച്ചത്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെറുതായിട്ട് വാർത്തയായിരുന്നു. പിന്നെ CCTV ഒക്കെ നോക്കി അറിയാൻ പറ്റും. കുറെ ആൾക്കാർ വട്ടം വെച്ച് തരാൻ ശ്രമിച്ചെങ്കിൽ പോലും ഇയാൾ വണ്ടി നിർത്താൻ കൂട്ടാക്കിയില്ല. ഇയാൾ സ്പീഡിൽ ഓടിച്ചു വരെ ചെയ്തത് വണ്ടി. അങ്ങനെ ഓടിച്ചു വന്ന് സത്യം പറഞ്ഞാൽ ഞാൻ താഴെ വേണ്ടി ഞാൻ മരിച്ചു പോകാൻ ആ അവസ്ഥയിലായിരുന്നു അയാളുടെ ഡ്രൈവിങ്. ആള് മോട്ടിവേഷനോട് ചെയ്ത കാര്യമാണത്. കൊല്ലാൻ ശ്രമിച്ച് മനപ്പുറം ചെയ്ത കാര്യമാണ്. എന്താണ് ഇതിനകത്തുള്ള മോട്ടിവേഷൻ അറിയില്ല. എന്നാലും എനിക്ക് അയാളുടെ വേറെ സാമ്പത്തിക ഇടപാടൊന്നും ഒന്നില്ല. ഒരുമാതിരി തെണ്ടിത്തരായി കാണിച്ചു പോയത്. ഒരാൾ കാശ് കൊടുത്ത് കഷ്ടപ്പെട്ട് വണ്ടി കാശ് കൊടുത്ത് മേടിച്ചിട്ട് അത് വാടകയ്ക്ക് കൊടുത്തു. ആ വണ്ടി തിരികെ ചോദിക്കുമ്പോൾ ബോണറ്റെ കിടത്തി ഓടിക്കുക. പിന്നെ ഈ പ്രാന്തന്മാരൊക്കെയാണോ അത്? അല്ല, ഒരു മനുഷ്യൻ്റെ സ്വഭാവം അറിയില്ലല്ലോ. നമ്മളത് വിശ്വസിച്ചാലോ കൊടുക്കണത് കാര്യങ്ങൾ കൊടുക്കണം. തിരിച്ചു ചോദിക്കുമ്പോൾ ഈ മാതിരി കണ്ടിട്ട് ബോണറ്റിന് അവിടെ കയറ്റിക്കൊണ്ട് വണ്ടി എടുത്തിട്ട് ഓടിക്കുക. ഇതന്നെ വെള്ളരിക്കപ്പട്ടണമാണ്. ഈ പ്രാന്തനെയൊക്കെ പിടിച്ച് വല്ല പ്രാന്താശുപത്രിയിൽ കൊണ്ടുവിടുക. ചുമ്മാ വണ്ടി എടുത്ത് ഓടിച്ച ഒരു ബോധമില്ല. ബോണറ്റെ കിടത്തി ഓടിക്കുക. ഒന്ന് സ്ലിപ്പ് വീണ് വണ്ടി കയറി ഇറങ്ങി ആ പുള്ളി തീരും. ഈ എന്നാ കാണിച്ചിട്ട് എന്നാ വകയാന്ന് ഈ കാണിച്ചത്? വണ്ടി തിരികെയല്ലേ ചോദിച്ചേ? സ്വന്തം വണ്ടിയല്ലല്ലോ. അയാൾ കൊടുത്ത അയാളുടെ അവകാശമാണ് ചോദിച്ചത്. ഒരുമാതിരി കിടന്ന് ഈ മാതിരി ഒരു പ്രാന്താണെന്ന് തോന്നുന്നു പുള്ളിക്ക്. എന്തോ ഒരു ഇത് ഉണ്ട് പുള്ളിക്ക്. അങ്ങനെ ആ വണ്ടിയോട് മോഹം ഉണ്ടെങ്കിൽ അയാളോട് വാടകയ്ക്ക് കൊണ്ട് എനിക്ക് വിലയ്ക്ക് തരാമെന്ന് മാന്യമായിട്ട് ചോദിക്കും. അയാൾ പൈസ കൊടുത്ത് മേടിക്കും. അതിൽ അയാൾ തരാൻ തയ്യാറല്ലെങ്കിൽ അതുപോലത്തെ ഒരു വണ്ടി വേറത്ത് പോയി മേടിക്കണം. അതായത് വാടകയ്ക്ക് ഇത് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ പിടിച്ച് ബോണറ്റിൽ കിടത്തി ഓടിക്കാന്ന് പറഞ്ഞ് ഭ്രാന്തും കിറക്കും. അല്ലാതെ എന്നാ ചെയ്യണേ? എല്ലാം ഇതിന് ജയിലിലല്ല, ഇവനെ കൊണ്ട് പ്രാന്താശുപത്രി കൊണ്ടുവിടും.